ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, രാഹുൽ ഈശ്വർ തുടർച്ചയായ വീഡിയോകളിലൂടെ ചാനൽ ചർച്ചകളിലെ പരാമർശങ്ങളിലൂടെ അതിജീവിതയെ അപമാനിക്കുകയായിരുന്നു തുടർച്ചയായി. അതിലിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അധികമായി ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്തുകൊണ്ടാണ് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചുകൊണ്ടുള്ള അറസ്റ്റാണ് അല്പസമയത്തിന് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി നാളെ രാവിലെ മാത്രമായിരിക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതായത് പുതിയ വകുപ്പ്, ഇതുവരെ ഉണ്ടായിരുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അടക്കമുള്ള വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പുതുതായി ചേർത്തിട്ടുള്ള വകുപ്പാണ് ജാമ്യമില്ലാ വകുപ്പാണത്. BNS 75(3), അതായത് അതിജീവിതക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തി എന്നുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള വകുപ്പ് ചുമത്തിയതോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാഹുലിന്റെ ഫോണും ലാപ്ടോപ്പും പരിശോധിച്ചതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ ഈ കേസിൽ എത്രാമത്തെ പ്രതിയാണ്? ഈ കേസിൽ, ഈ അതിജീവിതയുടെ പരാതിയിൽ എടുത്തിരിക്കുന്ന കേസിലെ മറ്റു പ്രതികൾക്കായുള്ള നീക്കങ്ങൾ അതെങ്ങനെയായിരിക്കും? സുജയ്, കേസിലെ 4ാം പ്രതിയാണ് നിലവിൽ രാഹുൽ ഈശ്വർ. 5 പ്രതികളാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷമിക്കണം, 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. ഇതിൽ മറ്റു പ്രതികൾ, അതായത് നേരത്തെ തന്നെ ഇതിനകത്ത് ഈ URL-കൾ, അതായത് യുവതി നേരത്തെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പോസ്റ്റുകൾ, ചില വീഡിയോകൾ, ഇതൊക്കെയാണ് തെളിവുകളായി സമർപ്പിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില URL-കളെ പ്രതിയായിട്ടാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരുന്നത്. അതിൽ മറ്റു പ്രതികൾ, കോൺഗ്രസ് നേതാവ്, അതായത് KPC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ഇതിനകത്ത് പ്രതികളാണ്. ഇവരെ കൂടി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് 1ാം പ്രതി മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രഞ്ജിത പുളിക്കൽ, 2ാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ്, 3ാം പ്രതിയും ദീപ ജോസഫ് തന്നെ, അതായത് മറ്റൊരു അക്കൗണ്ടാണത്. 4ാം പ്രതി ആയിട്ടുള്ളതാണ് സന്ദീപ് വാര്യർ, 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ 5ാം പ്രതി ആയിട്ടുള്ള രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം 4ഉം പ്രതികൾക്കെതിരായിട്ടുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം അല്ലെങ്കിൽ പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ചെയ്യേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് വന്നിരിക്കുന്നു. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഒരുപക്ഷേ സൈബർ കേസായതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടിയേക്കും എന്നുള്ള ഒരു ആലോചന രാഹുൽ ഈശ്വറിനെ അനുകൂലിക്കുന്നവർക്കുണ്ടായിരുന്നു. എന്നാൽ ജാമ്യമില്ലാ വകുപ്പ് കൂടി, ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തി ഈ വീഡിയോകളിൽ അതുണ്ട്. അതുകൂടി ചേർത്തതോടുകൂടി, ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്തതോടുകൂടി ഇനിയിപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിലോ അങ്ങനെ വിട്ടയക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നില്ല. യുവതിയുടെ പരാതിയിൽ കർശന നടപടിയിലേക്ക് സൈബർ പോലീസ് കടന്നിരിക്കുന്നു. രാഹുൽ ഈശ്വർ കുടുങ്ങിയിരിക്കുന്നു. ഹരിമോഹൻ, അങ്ങനെ തന്നെ പറയാമല്ലോ? തീർച്ചയായിട്ടും സുജയ, നേരത്തെ നമ്മളും വിചാരിച്ചിരുന്നത് തന്നെയാണ്. കാരണം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു ആദ്യഘട്ടത്തിൽ ചുമത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എയർ ക്യാമ്പിൽ എത്തിച്ച് ആദ്യം ചോദ്യം ചെയ്യുകയും അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്താതെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് രാഹുലിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പോലീസ് പരിശോധിക്കുന്നത്. ഇതിൽ നിന്നാണ് ഈ യുവതിയുടെ, അതായത് അതിജീവിതയുടെ വ്യക്തിഗത വിവരങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കുകയും അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ അധികമായി ഒരു വകുപ്പ് കൂടി, അതായത് ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത്. ആ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയതോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മറ്റു പ്രശ്നങ്ങൾ, അതായത് സ്റ്റേഷൻ ജാമ്യം നൽകേണ്ടി വരുമോ എന്നുള്ളൊരു പ്രശ്നമൊന്നും ഇതിനകത്ത് വരുന്നില്ല. അതായത് കൃത്യമായി ആ അറസ്റ്റ് രേഖപ്പെടുത്താനും തുടർന്ന് കോടതിയിൽ ഹാജരാക്കാനും അവിടെ നിന്ന് റിമാൻഡിലേക്ക് വിടാനും നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദീപ, രാഹുൽ ഈശ്വർ അടക്കം ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന വേളയിൽ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണോ? എന്താണ് നിലവിലത്തെ സാഹചര്യം? അല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. ആ വൈദ്യപരിശോധന പൂർത്തീകരിച്ചുകൊണ്ട് അതിനുശേഷം സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവരും. രാവിലെ മാത്രമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഒരുപക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകും.